അച്ഛനും അമ്മയും വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഈ വീഡിയോയിൽ. ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്യണത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ലൊരു സുഖമുള്ളൊരു തണുപ്പൊക്കെയാണ്. ജാക്കറ്റൊക്കെ ഇടാനൊക്കെ ഉള്ള ഒരു തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ എന്നും ചുക്ക് കാപ്പി ഉണ്ടാക്കും. അച്ഛനും നല്ല ഇഷ്ടമാണ് ചുക്ക് കാപ്പിയൊക്കെ. അപ്പോൾ തണുപ്പത്തത് കുടിക്കാൻ നല്ലതല്ലേ. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് തുളസിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് വീക്കെൻഡിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പുണ്ണിക്ക് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ വീഡിയോ എടുക്കുക, അതൊരു മെമ്മറി ആയിട്ട് അങ്ങനെ കിടക്കുമല്ലോ. അമ്മ അതാ തുളസിയൊക്കെ കഴുകിയിട്ട് ചുക്കാപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് മൊത്തത്തിൽ കിച്ചണിലിപ്പോൾ. ഇന്ന് രാവിലെ ചായക്ക് എനിക്ക് അമ്മയ്ക്ക് മധുരക്കിഴങ്ങാണ് കേട്ടോ. ഞങ്ങൾ മാത്രമേ ഇത് കഴിക്കുള്ളൂ, ബാക്കി ആരും അങ്ങനെ കഴിക്കില്ല. അച്ഛന് ഇഷ്ടമാണ്, പക്ഷെ അച്ഛനിപ്പോൾ കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് കഴിക്കാറില്ല. ആവിയിൽ വേവിക്കുകയാണ് കേട്ടോ ചെയ്യണത്. നല്ല മധുരം ഉണ്ടായിരുന്നത്. ഇവിടെ മാർക്കറ്റിൽ നന്നായിട്ട് കിട്ടും. ഉണ്ണിയേട്ടനൊന്നും അത് കഴിക്കില്ല, അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അമ്മയായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ കേരള സ്റ്റോറിൽ നിന്ന് മേടിച്ച ചുക്കാപ്പിയുടെ പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്മ പറയാറുണ്ട് നമുക്കിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അതാകുമ്പോൾ മധുരം നമുക്ക് ഇഷ്ടത്തിന് ഇടാറ്. അതിൽ ചെറുതായിട്ട് മധുരം ഉണ്ടാവും, അപ്പം മധുരം തീരെ അങ്ങനെ കഴിക്കണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ അമ്മയും കൂടി. ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീര നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ അവസാനത്തെ ഭാഗമായി തുടങ്ങി ചീര. അപ്പോൾ അത് കഴുകി വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അത് റെഡിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതേ നമ്മൾ മധുരക്കിഴങ്ങും വെന്തിട്ടുണ്ട് കേട്ടോ. അതിന് മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും കേട്ടോ മലപ്പുറത്ത്. അധികം ഞങ്ങൾ മധുരക്കിഴങ്ങ് എന്നാണ് പറയൽ. ഉപ്പേരിക്ക് ഇടിച്ചക്കയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇവിടെ അങ്ങനെ സീസണൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇടിച്ചക്കയായിട്ട് കിട്ടും. മധുരമുള്ളതും കിട്ടും, ഇടിച്ചക്കയും കിട്ടും. മറ്റേ നമ്മുടെ കൂട്ടാനൊക്കെ വെക്കണ പുഴുക്ക് വെക്കണ ആ ഭാഗത്തിലുള്ള ചക്കയൊന്നും അങ്ങനെ ഇവിടെ കിട്ടാറില്ല, പക്ഷേ ഇടിച്ചക്ക എപ്പോഴും കിട്ടും. അപ്പോൾ അത് അമ്മയ്ക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ പറയാറ് നാട്ടിലൊന്നും കിട്ടണില്ല, പൈസ കൊടുത്താലും അതൊന്നും മേടിക്കാൻ കിട്ടണില്ല, തണുപ്പൊക്കെ കുറവല്ലേ, അപ്പോൾ തണുപ്പുണ്ടെങ്കിൽ ചക്കയൊക്കെ ഇങ്ങനെ പൊട്ടി വരുള്ളൂ എന്നൊക്കെ പറയുന്നു ഇടിച്ചക്ക. അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിട്ട്, നാട്ടിൽ നിന്ന് ഇത്ര കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അധികം ഇടിച്ചക്ക അധികം മേടിക്കും കേട്ടോ മാർക്കറ്റിൽ പോയിട്ട്. ഇവിടെ ആഴ്ചയിൽ 3 ദിവസം ഇടിച്ചക്കേൻ്റെ ഇത് കിട്ടും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കിട്ടും, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ക്ലീൻ ആക്കലല്ല ഒരു മെയിൻ ഒരു സംഭവം, പെരി വേഗം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അമ്മ അത് അത്ഭുതമായിട്ട് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, എന്ത് സുഖമാണ്, എളുപ്പമാണല്ലോ ഉണ്ടാക്കാനൊക്കെ. സാമ്പാറിൽ ഇടിച്ചൊക്കെ ഇട്ടാലും നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് അച്ഛനും വരുന്നതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി നോക്കി. എനിക്ക് സാമ്പാറിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഒരു കറ പോലെ തോന്നി ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ അതേ നമ്മൾ ചായ കുടിക്കാനൊക്കെ സമയമായിട്ടോ. അത് ഞാനും അമ്മയും മാത്രമേ ഇത് കഴിക്കുള്ളൂ. എനിക്ക് നിറയെ ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം അച്ഛന് നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി അച്ഛൻ കുടിച്ചത് കേട്ടോ. അപ്പം അച്ഛൻ സൈഡിൽ ഇടിച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അച്ഛൻ കട്ടിങ്ങിൻ്റെ എക്സ്പേർട്ടാണ്. പച്ചക്കറിയൊക്കെ അരിയാനും നല്ല ക്ലീനായിട്ട് പറഞ്ഞാൽ നല്ല മണിമണിയായിട്ട് അരിഞ്ഞു തരും അച്ഛൻ. അപ്പോൾ അവർക്ക് ഏട്ടനും ഉണ്ണിക്കും പൂരി ഭാജി ആട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ അവരും കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചിട്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾക്ക് നോക്കാൻ പോയിട്ട് അപ്പം വലിയൊരു കുമ്പളങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനിങ്ങനെ കുറച്ച് പച്ചക്കറികളെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് കുമ്പളങ്ങയൊക്കെ അച്ഛന് കഴിക്കാം. അപ്പം ഞാൻ പറയാം അച്ഛൻ കട്ട് ചെയ്ത് തായോ, ഞാൻ വീഡിയോയിൽ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിട്ട് കാണിക്കാം കേട്ടോ. മറ്റത് ഞങ്ങളാകുമ്പോൾ ഇത്ര വലിയ കഷ്ണമൊന്നും വേണ്ട, ഒരു കുഞ്ഞേതുണ്ടെങ്കിൽ നമുക്ക് 2 3 അല്ലേ ഉള്ളൂ. അപ്പം ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ വലുത് മേടിച്ച് വന്നതാണ്. അപ്പം അച്ഛൻ കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ. ഇത്ര മതിയോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇന്ന് നമ്മൾ മോരുകറിയാണ് വെക്കുന്നത്. അപ്പോൾ നാട്ടിൽ പിന്നെ വെക്കുന്ന പുളിയുള്ള മോര് ഇവിടെ അത്ര പുളിയുള്ള മോര് ഇവിടെ കിട്ടില്ല. അപ്പോൾ നോർമൽ അധികം പുളിയില്ലാത്ത തൈര് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കറികളൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ കയ്യാളായിട്ട് സൈഡിലിങ്ങനെ നിൽക്കും. അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയല്ലേ. എല്ലാ അമ്മമാരും ഉണ്ടാക്കുന്ന കറികൾക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പം ഞാൻ അമ്മേനോട് എപ്പോഴും പറയും ഒരു മെയിൻ കറി അമ്മ എപ്പോഴും ഉണ്ടാക്കി തായോ, പിന്നെ അത് ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അമ്മ ജസ്റ്റ് ഒന്ന് കൂട്ടി തന്നാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ട് ബാക്കി ഞാനാണ് കേട്ടോ മുറിച്ചത് ചെറുതാക്കിയിട്ട്.
അപ്പോൾ സൈഡിൽ ഇതേ നമ്മുടെ അവസാനത്തെ ചീരേൻ്റെ ഭാഗമാണത്. ഇത് കഴിഞ്ഞ താളിപ്പിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരയുടെ താളിപ്പ് കഴിയൂട്ടോ. അപ്പോൾ അതേ നല്ല ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അതിൽ കഞ്ഞിവെള്ളത്തിലും താളിക്കും. എനിക്കിങ്ങനെ സാധാ പച്ചവെള്ളത്തിൽ താളിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ താളിപ്പ് കഴിഞ്ഞു. അപ്പോഴേക്കും അമ്മ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങയൊക്കെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മോരുകറിയിലേക്ക് വേണ്ടിയിട്ട് നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ ഇടുകയാണ് ജാറിലേക്ക്. ഞാൻ പറഞ്ഞു എത്ര വേണ്ട ചിട്ടോളം ഞാൻ ചിരകി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ജീരകം കൂട്ടിയിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. അച്ഛന് മോരുകറിയിൽ കുറച്ചും കൂടി ഒരു പുളി ഒക്കെ ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ വിചാരിച്ചത്ര പുളി ഇല്ലായിരുന്നു മോരുകറി. അപ്പം ഇനി വേറെ സ്ഥലത്ത് നിന്ന് തൈര് മേടിക്കണം. ഞാൻ സ്ഥിരം മേടിക്കണ അവിയലൊക്കെ ഉണ്ടാക്കാൻ മേടിക്കുന്നത് വേറെ കടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയി മേടിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ പിന്നെ പാക്കറ്റ് വേഗം ഓർഡർ ചെയ്ത് മേടിക്കുകയാണ് ചെയ്തത്. മോരുകറി ആയാലും പലരും പല രീതിയിലൊക്കെ തന്നെയാവും വെക്കുക. ജീരകം ചേർത്തിട്ടും ചേർക്കാതെയും നമ്മുടെ ചുവന്നുള്ളിയൊക്കെ അങ്ങനെയും ചേർക്കുമല്ലോ ചില ആൾക്കാർ. മോരുകറി കൂടാതെ നമ്മൾ വെണ്ടയ്ക്ക മുളക് ഇടുന്നുണ്ട്. കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അതെന്നാൽ മുളക് ഇട്ടിട്ട് ഉണ്ടാക്കിക്കോ. അമ്മയ്ക്ക് ഇങ്ങനെ അരച്ച് വെച്ചതിനെക്കാട്ടും പുളിയുള്ള കറികളാണ് ഇഷ്ടം. അപ്പോൾ അമ്മ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. കുറച്ച് അരിഞ്ഞൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതേ കറി നമ്മുടെ പാലക്കാട് എത്തുമ്പോഴേക്കും ഇങ്ങനെ വെണ്ടപ്പുളിയായിട്ട് മാറും കേട്ടോ പേര്. ഏകദേശം റെസിപ്പിയൊക്കെ ഒന്ന് തന്നെ, ജസ്റ്റ് ഉണ്ടാക്കണതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഉണ്ണിക്ക് ഈ വെണ്ടയ്ക്ക ഇതൊന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ. വഴുതനങ്ങ അതും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കറികളൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല. ഞാൻ ഉണ്ടാക്കി കഴിക്കും, ഏട്ടനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചെറിയ കളറൊന്ന് മാറിയപ്പോൾ കടുകും കൂടി ഇട്ടിട്ട് പിന്നെ വലിയ ഉള്ളി ഇട്ടിട്ട് വാട്ടുകയാണ് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് കറികളിലൊക്കെ നല്ല എരിവ് വേണേ, അച്ഛനും വേണം എരിവ്. ഞാൻ കുറേ കാലമായിട്ട് ഇപ്പം അധികം എരിവ് കഴിക്കാത്ത കാരണം കഴിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വായൊക്കെ ഇങ്ങോട്ട് പുകഞ്ഞ് നീറും. അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയും അമ്മ അധികം എരിവ് ഇടണ്ടെന്ന് പറയും. മുളക് പൊടി നല്ല എരിവാണ് കേട്ടോ അമ്മ കൊണ്ടുവന്നത്. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നാട്ടിലത്തെ കറിവേപ്പിലയായ കാരണം നല്ല വാസനയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം പൊടികളാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കളറിന് വേണ്ടിയിട്ട് കശ്മീരി ചില്ലി പൗഡറുമാണ് കേട്ടോ ഇട്ടത്. പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു അമ്മ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് എത്ര കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. മലപ്പുറം സ്റ്റൈല് വെണ്ടയ്ക്ക മുളകിട്ടത് എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ ഞാൻ. അതും സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മോര് കൂട്ടാൻ്റെ അരപ്പ് ഇതേ ചേർക്കുകയാണ് കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു. അപ്പോൾ അരപ്പൊക്കെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അച്ഛനിങ്ങനെ കുറുകിയിരിക്കുന്ന കറികളാണ് പൊതുവേ ഇഷ്ടം കേട്ടോ. അപ്പോൾ കുറച്ച് കുറുകിയിട്ട് തന്നെയാണ് അമ്മ ഉണ്ടാക്കിയത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറി ആയി തുടങ്ങി. ഇനിയിപ്പോൾ അധികം ഒന്നും ജോലിയില്ലല്ലോ. തൊട്ടടുത്ത അമ്മേനെ സഹായിയായിട്ട് ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. അമ്മ ഒറ്റയ്ക്കല്ല, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നോടാ പറയാം. അപ്പം ഞാനതൊക്കെ അവിടെ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് അമ്മ ഇങ്ങനെ നിന്നിട്ട് അതൊന്ന് ഉണ്ടാക്കി തന്നാൽ മതി.
മോരുകറി ഇതേ മേടിക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചതച്ച് കുരുമുളകും കൂടി ഇത് മേലെ ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് താളിച്ച മോരുകറി റെഡി ആയിട്ടുണ്ട്. തൊട്ടടുത്ത് നമ്മളെ വെണ്ടയ്ക്ക കറി ഇങ്ങനെ കിടക്കണ്ടിട്ട് എന്നെ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഇതാ കിടക്കണ കണ്ടോ. മീൻ കറിയൊക്കെ തോറ്റു പോവില്ലേ. ഇനി അടുത്തത് ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ. സംഭവം ഇടിച്ചക്കയാണെങ്കിൽ നമ്മൾ ഇടിച്ചിട്ടൊന്നുമില്ല, അരിഞ്ഞിട്ടാണ് എടുത്തത്. ചട്ടിയിലേക്ക് ഇടിച്ചക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട്. ഉപ്പേരിക്ക് നമ്മൾ നാളികേരമൊക്കെ ചതച്ചിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരവും പച്ചമുളകും കൂടി അമ്മ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അമ്മ. ഇടിച്ചക്കയൊക്കെ പാകത്തിന് വെന്തിട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച നാളികേരത്തിൻ്റെ ആ അരപ്പുണ്ടല്ലോ, അതൊന്ന് ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക, അതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മൾ ഇടിച്ചക്ക ഉപ്പേരീൻ്റെ ഇത് റെഡിയായി. ഇനി താളിച്ചാൽ മതി. കടുക് പൊട്ടിച്ചിട്ട് ചുവന്ന മുളകും വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടോ. ഇതിൻ്റെയും വാസന നല്ല രസമല്ലേ. ഇടിച്ചക്ക ഉപ്പേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഉണ്ണിക്കാണ് അത്ര ഇഷ്ടമില്ലാത്ത, എന്നാലും കഴിക്കും. ഏട്ടനും നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ കറികളൊക്കെ റെഡിയായി. ഞാൻ നാട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന മീനാണ് കേട്ടോ എടുത്തത്. മീൻ ഉണ്ടാകുമ്പോൾ ചിക്കനെ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അങ്ങനെ ഒരു അടിപൊളി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒന്ന് മയങ്ങി പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നടക്കാൻ ഇറങ്ങോട്ടെ. ഇന്നും അമ്മേൻ്റെ കൂടെ ഒരു 20 മിനിറ്റൊക്കെ നടക്കും. അത്ര അമ്മയ്ക്ക് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനും പണ്ട് 1 മണിക്കൂറൊക്കെ നടന്നത്. അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ചേ നടക്കാറുള്ളൂ. ഇടയ്ക്ക് വൈകുന്നേരം മേലെ കഴുകിയിട്ട് അമ്പലത്തിൽ അങ്ങനെ ഡയറക്റ്റ് പോയിട്ട് അവിടെ കുറേ നേരം ഇരിക്കും, അല്ലെങ്കിൽ ഗാർഡനിൽ തന്നെ ഇരിക്കും കേട്ടോ. അന്ന് ഉണ്ണിയുള്ള കാരണം ഉണ്ണീൻ്റെ കൂടെയാണ് അമ്മേൻ്റെ നടത്തം. അവളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കലും അതൊക്കെ സ്കൂളിലത്തെ വിശേഷങ്ങൾ പറയലും ഇതൊക്കെ തന്നെ പണി. അമ്മമ്മ പിന്നെ അവളെ കൂടെ എല്ലാത്തിനും കളിക്കാനൊക്കെ കൂടും. അതുകൊണ്ട് നല്ല കൂട്ടാണ്. ഇവിടെ തണുപ്പ് കുറച്ച് കൂടുതലായ കാരണം അച്ഛനെ നടക്കാൻ അങ്ങനെ കൊണ്ടുവരില്ല വൈകുന്നേരം. അച്ഛൻ ആ ഉച്ചയ്ക്കൊരു ഇളം വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഗാർഡനിൽ അങ്ങനെ പോയിരിക്കും കേട്ടോ. അച്ഛനത് അലർജിയൊക്കെ ഉണ്ട്. അപ്പം ജലദോഷമൊക്കെ ഉണ്ടായാൽ പിന്നെ തുമ്മലും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം ഞങ്ങളാണ് നടക്കാറ്.
തണുപ്പുണ്ടമ്മ? സുഖമുള്ള തണുപ്പാ? ഉണ്ടെങ്കിൽ തണുക്കണ്ടോ? ഡ്രസ്സ് ഫുൾ സ്ലീവ് ഇട്ട കാരണം മുടി മുടി ഒതുങ്ങി നിൽക്കും മുടി. എന്നുള്ളതിനെക്കാളത്തെ തണുപ്പ് കുറവല്ലമ്മ. ഗാർഡനിൽ അവിടെ പോയിരുന്നാൽ പിന്നെ സമയം പോണത് അറിയില്ല. അപ്പോഴേക്കും അമ്മേനെ അച്ഛനെ കാണാൻ നമ്മുടെ തൊട്ടടുത്തുള്ള നൈബേഴ്സാണ് കേട്ടോ. ആൻറ്റിമാർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫ്രണ്ടും ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവില്ല എന്തൊക്കെയോ നടക്കുന്നുണ്ട്. രമ്യ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ്. അമ്മയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതിന്റെ എക്സ്പെർട്ടാണ് കേട്ടോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, എനിക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണോ കുറേ ഇഷ്ടമാണോ? അമ്മയ്ക്ക് എരിയണം, എരിഞ്ഞ് പുകഞ്ഞ് തുടങ്ങണം. ഇത് കൂടുതലിടാം. അമ്മയ്ക്ക് പേടിയാവുണ്ട് എന്തൊക്കെയാണോ അച്ഛാ അമ്മക്ക് എന്ത് ഉള്ളി വേണോ? അമ്മക്ക് ഇഷ്ടം അങ്ങനത്തെ ഇഷ്ടമാണ്. അമ്മ എന്നോട് ചോദിക്കും എങ്ങനെയാ മോളെ അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടാവണേ, പറഞ്ഞെടുക്ക എങ്ങനെയാന്നൊക്കെ. യൂട്യൂബറിന്റെ അമ്മയല്ലേ? അമ്മ ഇവിടെ ഇരുന്നോ. അതാ പാറ്റിയുടെ കൂടെ കഴിക്കാൻ. ഇതിന്റെ പേര് ചെനാ ചാറ്റ്, ചോലെ പാറ്റി. ചോലെ പാറ്റി, പാറ്റി പറഞ്ഞ കടലട്ടമ്മ, കടല. ഓ സോറി മാമി, എനിക്ക് പേടിയാണോ വായിലേക്ക് പോണില്ല. തുടങ്ങിക്കാം. അമ്മക്ക് ഇഷ്ടാവും. ഇതൊക്കെ ഇഷ്ടം പാറ്റിയുടെ കൂടെ കഴിക്കാൻ അതിന്റെ ഉള്ളിലത്തെ ഉരുളക്കിഴങ്ങിന്റെ. അതിനാട്ടോ അമ്മ അങ്ങനെ പറയാ. ഇനി എല്ലാവർക്കും കൊടുത്തു നോക്കി. ഇനി എല്ലാവർക്കും പാത്രം തരൂ. ഡ്രസ്സിലാവണ്ട. അച്ഛന് എന്തോ ഇഷ്ട കടലേന്റെ ഒക്കെ സാധനങ്ങള്. അധികം പ്രോട്ടീൻ ആയതുകൊണ്ടേ. ये भैया का सीक्रेट मसाला है भैया बहन. ഇല്ല പ്രശാന്ത് ഇല്ല, എന്റെ ഇരുന്ന് സ്വാദ് എടുത്ത് കഴിക്കുള്ളൂ, ഇപ്പൊ കഴിക്കൂല. ഞാൻ വന്നതാട്ടോ. നീ അതിത് കഴിച്ചു നോക്ക് എന്നിട്ട് പറയേ. ശരി. എനിക്ക് പാവല് മതി. इंडिया में ठंडी नहीं, इंडिया में नॉर्थ में होता है ठंडी. कोरिया में भी क्या होता नहीं है, ये सब स्नो हो रहा है. ये तो बोला कि कोल्डेस्ट विंटर इज गोइंग टू बी वेरी. का എവിടെണെങ്കിൽ കുറച്ച് കടല കഴിച്ചു, ഇതും കൂടി കൂട്ടി കഴിക്കരുത്. അമ്മയ്ക്ക് പാവ് വേണ്ട, അമ്മ സെപ്പറേറ്റ് വെച്ചതാ. കണ്ണ എടുത്തോളാം അമ്മ കുട്ടി. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പാകാണ്, എല്ലാതും നല്ല പാകാണ്. നന്നായിട്ടുണ്ട്. ഞങ്ങള് മൂവി കാണാൻ പോവാണ് കേട്ടോ. ഒരു
ഹിന്ദി മൂവിയെ കാണാൻ പോണത്. അതുകൊണ്ട് ഭാഷ അറിയണ ഒരാളെ കൂട്ടാന്ന് വിചാരിച്ചു. അമ്മ കാണണില്ല. ഉണ്ണിക്ക് വേണ്ടിയാണ് കേട്ടോ ഞങ്ങള് മൂവി കാണാൻ പോണത്. മൂവി പേര് പറഞ്ഞെടുക്ക. ഉണ്ണി നിർബന്ധിച്ച് അമ്മമ്മേനെ കൂടെ സിനിമ കാണാൻ പോണെന്ന് പറഞ്ഞ കാരണം കേട്ടോ പാവം അമ്മേനെ പിടിച്ച് ഞാൻ ഹിന്ദി മൂവിക്കൊക്കെ കൊണ്ടുവരുന്നത്. അമ്മേൻ്റെ ആദ്യത്തെ മൂവിയാന്ന് പറയുന്നത് ഹിന്ദി കാണാൻ പോണത്. ഞാൻ തന്നെ ഹിന്ദി മൂവിക്ക് വരാറില്ല. ഒന്നാമത് നല്ല മൂവി ഇപ്പോൾ വരാറന്നില്ല. ഇത്ര അടിപൊളി മൂവി മലയാളത്തിൽ വരുമ്പോൾ എന്തിനാ ഹിന്ദിക്കൊക്കെ വെറുതെ കാശ് കൊടുക്കണത്. കാശ് കൊടുത്ത് ഞാനും അമ്മയും കിടന്നുറങ്ങി. അതാണ് സത്യമായിട്ട് സംഭവിച്ചത്. പിന്നെ എല്ലാവരും ഇങ്ങനെ കൂടെ പോകുമ്പോൾ അതൊരു വേറെ രസമാണല്ലോ. ഈ മൂവി OTT വന്നാൽ പോലും ഞാൻ കാണില്ല. അത്രയ്ക്ക് പൊട്ട പടമായിരുന്നു. ഇതിന് ക്ഷീണം മാർക്കാനൊരു നല്ല മലയാള പടം വന്നിട്ട് കാണണം, അമ്മേനെ കൂട്ടിയിട്ട് അച്ഛനെ കൂട്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം എല്ലാവർക്കും. ബൈ.